നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. കലാപവും യുദ്ധവും കാരണം ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ വൻകരകളിൽ നിന്ന് അഭയം തേടി വരുന്നവർക്ക് സ്നേഹവും കരുതലും കൊടുത്ത് സ്വീകരിച്ചവരാണ് യൂറോപ്പിലെ ജനങ്ങൾ. മനുഷ്യത്വത്തിന്റെയും പുരോഗമന ചിന്തയുടെയും അടയാളമായാണ് യൂറോപ്പിലെ ജനങ്ങൾ കുടിയേറ്റത്തെ അംഗീകരിച്ചിരുന്നത്. എന്നാൽ അനിയന്ത്രിതമായ കുടിയേറ്റവും അഭയാർത്ഥി പ്രവാഹവും തിരിച്ചടിയായപ്പോൾ യൂറോപ്പിലെങ്ങും പ്രതിഷേധങ്ങളും ശക്തമായി. പല യൂറോപ്യൻ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ സർക്കാരുകൾ അധികാരത്തിലെത്തുകയും പ്രധാന പ്രതിപക്ഷമായി വലതുപക്ഷ ശക്തികൾ ഉയർന്നുവരികയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് കുടിയേറ്റത്തിന് കടിഞ്ഞാണിടാൻ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ രാജ്യങ്ങളും തയ്യാറായത്. കുടിയേറ്റത്തിനെതിരെ സുപ്രധാന ബില്ലാണ് കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ യൂണിയൻ പാസാക്കിയത്. സമകാലിക രാജ്യാന്തര രാഷ്ട്രീയത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന ദിശാമാറ്റമാണ് യൂറോപ്പിലെങ്ങും ശക്തമാകുന്ന വലതുപക്ഷ പാർട്ടികളുടെ വളർച്ച. വലതുപക്ഷ സാമ്പത്തിക സാമൂഹിക വീക്ഷണങ്ങളും കുടിയേറ്റ വിരുദ്ധതയും അതിദേശീയതയും രാഷ്ട്രീയ നയമായി സ്വീകരിച്ചു വരുന്ന പാർട്ടികൾക്ക് ജനപിന്തുണ ഏറിവരികയാണ്. യൂറോപ്പിലെ ചെറുതും വലുതുമായ രാജ്യങ്ങളിലെല്ലാം വലതുപക്ഷം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം കുടിയേറ്റത്തിനായി രാജ്യത്തിന്റെ വാതിൽ തുറന്നുകൊടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നതാണ്. കുടിയേറ്റങ്ങൾ തടയണം, അതിർത്തികൾ അടയ്ക്കണം, വംശീയ ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിഗണനകൾ അവസാനിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് വലതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അറബ് വസന്തവും അതിനുശേഷം സിറിയയിലും മറ്റും സംഭവിച്ച ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ അഭയാർത്ഥി പ്രവാഹവും യൂറോപ്പിലേക്കുള്ള കുടിയേറ്റം കൂടുന്നതിന് കാരണമായി. ഈ സാഹചര്യത്തിലാണ് അഭയാർത്ഥികളെ തടയുന്ന കുടിയേറ്റ നയത്തിന് യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞയാഴ്ച അംഗീകാരം നൽകിയത്. അനധികൃത കുടിയേറ്റക്കാരെ അതിവേഗം തിരികെ നാടുകടത്താനും പ്രവേശനം പരമാവധി തടയാനുമാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. 3 വർഷത്തെ കൂടിയാലോചനകൾക്കൊടുവിലാണ് യൂറോപ്യൻ യൂണിയൻ കുടിയേറ്റ ഉടമ്പടി എന്ന പേരിൽ കഴിഞ്ഞയാഴ്ച വിവിധ രാജ്യങ്ങൾ ചേർന്ന പുതിയ നയം പ്രഖ്യാപിച്ചത്. പലായനം യൂറോപ്യൻ വെല്ലുവിളിയാണെന്നും അതിനാൽ യൂറോപ്പിന്റെ കൂട്ടായ പരിഹാരങ്ങൾ വേണമെന്നും യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസുല വോൺ ഡെർ ലെയൻ പറഞ്ഞു. അനധികൃത കുടിയേറ്റം തടയാനും അഭയാർത്ഥി പദവി തേടുന്നവരെ സംരക്ഷിക്കാനും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തം നൽകുന്ന കരാർ അഭയാർത്ഥികൾ എത്തുന്ന കേന്ദ്രത്തിൽ വെച്ച് തന്നെ അവർ അർഹരാണോ തിരിച്ചയക്കപ്പെടേണ്ടവരാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് രാജ്യങ്ങൾക്കാണ്. അതിർത്തികളിൽ തടവറകൾ തുറക്കൽ, അഭയം നിഷേധിക്കപ്പെടുന്നവരെ അതിവേഗം തിരിച്ചയക്കൽ, തെക്കൻ രാജ്യങ്ങളിലെത്തുന്ന അഭയാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റൽ തുടങ്ങിയവ നടപ്പാക്കാനാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനം. ഇതിലൂടെ കുടിയേറ്റക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ കഴിയുമെന്ന ആശ്വാസത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങൾ, പൂർവേഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും ഒരുവിധ സുരക്ഷയുമില്ലാതെ ബോട്ടുകളിലെത്തുന്ന അഭയാർത്ഥികളുടെ പ്രവാഹം ഒരു ദശാബ്ദമായി ഇറ്റലി പോലുള്ള രാജ്യങ്ങളിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ഈ വർഷം നവംബർ വരെ 2.5 ലക്ഷത്തിലേറെ അഭയാർത്ഥികൾ ഇറ്റലി തീരത്ത് എത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരാണ്. യൂറോപ്യൻ യൂണിയന്റെ പുതിയ കുടിയേറ്റ നയം മഹത്തായ വിജയമെന്നാണ് ഇറ്റലിയുടെ ആഭ്യന്തരമന്ത്രി മാറ്റിയോ പിയന്റോസി വിശേഷിപ്പിച്ചത്. ഒരു കാലത്ത് കുടിയേറ്റക്കാരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്ന ജർമ്മനിയും യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ജർമ്മനി ഉൾപ്പെടെയുള്ള കുടിയേറ്റ പ്രവാഹം മൂലം ദുരിതമനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് ആശ്വാസമാണ് കരാറെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് പ്രതികരിച്ചു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കുടിയേറ്റ പരിഷ്കരണത്തിന് ധാരണയിലെത്തിയതിന് പിന്നാലെ ഫ്രാൻസിൽ ഏറെ വിവാദങ്ങൾക്കു ശേഷം കുടിയേറ്റ വ്യവസ്ഥകൾ കർശനമാക്കുന്ന നിയമം ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുടിയേറ്റ പ്രവാഹം തടയുന്നതിനോടൊപ്പം കുടിയേറ്റക്കാർക്ക് കുടുംബങ്ങളെ ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നത് ഇതോടെ എളുപ്പമല്ലാതെയാകും. മാത്രവുമല്ല, കുടിയേറ്റക്കാർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ വൈകിപ്പിക്കാനും പുതിയ നിയമം കാരണമാകും. ഇതേ നിയമം ഒരാഴ്ച മുൻപ് പാർലമെന്റിൽ കൊണ്ടുവന്നെങ്കിലും എതിർപ്പ് കാരണം പാസായിരുന്നില്ല. വ്യവസ്ഥകൾ കൂടുതൽ കർശനമാക്കി പുതുക്കി എഴുതിയപ്പോൾ ബില്ലിനെ പിന്തുണയ്ക്കാൻ തീവ്ര വലതുപക്ഷത്തു നിന്നും അനുകൂല നീക്കമുണ്ടായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമ്മാനുവൽ മാക്രോണിന് ശക്തമായ വെല്ലുവിളി ഉയർന്നിരുന്ന മരീൻ ലി പെന്നിന്റെ നാഷണൽ റാലി പാർട്ടി പിന്തുണച്ചപ്പോഴാണ് 2ാം വട്ടം ബിൽ പാസായത്. ഇതിന്റെ പേരിൽ ഇമ്മാനുവൽ മാക്രോണിന്റെ റിനേസൻസ് പാർട്ടിയിൽ വലിയ ഭിന്നിപ്പാണുണ്ടായത്. വോട്ടെടുപ്പിൽ പാർട്ടിയുടെ 27 എംപിമാർ എതിർക്കുകയും 32 എംപിമാർ വിട്ടുനിൽക്കുകയും ചെയ്തു. കടുത്ത പ്രതിഷേധത്തിനിടെ വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടെ 186-നെതിരെ 349 വോട്ടിനാണ് ബിൽ പാസായത്. മധ്യനിലപാടുള്ള റിനേസൻസ് പാർട്ടി തീവ്ര വലതുപക്ഷത്തേക്ക് ചായുകയാണെന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി ഓർലീൻ റൂസോ രാജി പ്രഖ്യാപിച്ചിരുന്നു. മറ്റ് ചില മന്ത്രിമാരും രാജിവെക്കുമെന്നാണ് റിപ്പോർട്ട്.
കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് മാക്രോണിന്റെ പാർട്ടിക്ക് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരുന്നു. ഈ സാഹചര്യവും കൂടി കണക്കിലെടുത്താണ് പ്രധാന പ്രതിപക്ഷമായ നാഷണൽ റാലി പാർട്ടി പിന്തുണച്ചത്. ഫ്രഞ്ച് ജനത കാത്തിരുന്നതും രാജ്യത്തിന് ഗുണകരമായ നിബന്ധനകൾ ഉൾപ്പെട്ടതുമായ ബില്ലാണിതെന്ന് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ അവകാശപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾക്കും സ്വത്തിനും ഭീഷണിയാകുന്ന കുറ്റവാളികൾക്ക് കുടിയേറ്റത്തിനുള്ള അവകാശം നൽകണമെന്ന് ആർക്കാണ് താൽപര്യമെന്ന് ആഭ്യന്തരമന്ത്രി ഗ്രാൻഡ് ഡാൽവിൻ ചോദിച്ചു. അതിനിടെ യൂറോപ്പിൽ ഇസ്ലാമിന് സ്ഥാനമില്ലെന്ന് തുറന്നടിച്ച ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയോ മെലോണിയുടെ പ്രസ്താവന വിവാദമായി. ഇസ്ലാമിക സംസ്കാരം യൂറോപ്യൻ സംസ്കാരവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. അതേസമയം ശരിയത്ത് നിയമം ഇറ്റലിയിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും മെലോണി പ്രഖ്യാപിച്ചു. യൂറോപ്യൻ സംസ്കാരവും അത് മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളും അവകാശങ്ങളും തമ്മിൽ ഇസ്ലാമിക സംസ്കാരം യോജിച്ചു പോകില്ല എന്നും അവർ വ്യക്തമാക്കി. മെലോണി അംഗമായ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി സംഘടിപ്പിച്ച രാഷ്ട്രീയ പരിപാടിയിലായിരുന്നു മെലോണിയുടെ വിവാദ പരാമർശം. ചടങ്ങിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകും പങ്കെടുത്തിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ബെനിറ്റോ മുസോളിനിക്ക് ശേഷം ഇറ്റലിയിൽ അധികാരത്തിലേറുന്ന തീവ്ര വലതുപക്ഷ ദേശീയവാദ സർക്കാരാണ് 45-കാരിയായ ജോർജിയ മെലോണിയുടേത്. 2018 പൊതു തെരഞ്ഞെടുപ്പിൽ 4% വോട്ട് മാത്രമാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടിക്ക് നേടാനായത്. 3 വർഷത്തിനുള്ളിൽ 25%-ലേറെ വോട്ട് നേടിയാണ് ജോർജിയ മെലോണിയുടെ തീവ്ര വലതുപക്ഷം ഇറ്റലിയിൽ അധികാരം പിടിച്ചെടുത്തത്. ഇതിനിടെ രേഖകളില്ലാതെ രാജ്യത്തേക്ക് കടക്കുന്ന കുടിയേറ്റക്കാർ യുഎസിന്റെ രക്തത്തിൽ വിഷം കലർത്തുന്നുവെന്ന് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ന്യൂ ഹാംഷിയറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് ട്രംപിന്റെ വിവാദ പരാമർശം. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ യുഎസിലേക്ക് ഒഴുകുന്നു. രണ്ടാം തവണ അധികാരത്തിലെത്തിയാൽ കുടിയേറ്റത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ വാഗ്ദാനം. കുടിയേറ്റത്തിന് അനുകൂല നിലപാടെടുത്തിരുന്ന പ്രസിഡന്റ് ജോ ബൈഡനും നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. അമേരിക്ക പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുംതോറും നേതാക്കളെ നിയമക്കുരുക്കിൽ മുറുക്കാൻ ശ്രമിക്കുകയാണ് ഇരുപക്ഷവും. നിലവിലെ സാഹചര്യമനുസരിച്ച് ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും പരസ്പരം ഏറ്റുമുട്ടാനാണ് സാധ്യത. 4 ക്രിമിനൽ കേസുകളിൽ വിചാരണ കോടതിയിൽ കയറിയ ട്രംപിന് തിരിച്ചടിയായി കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നത് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കോടതി. കൊളറാഡോയ്ക്ക് പിന്നാലെ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കൂടി മുന്നോട്ട് വന്നാൽ അത് ട്രംപിന്റെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കും. എതിർചേരിയിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഇംപീച്ച്മെന്റ് ഭീഷണിയിലാണ്. മകന്റെ വിദേശ ബിസിനസ്സിൽ വഴിവിട്ട് സഹായം ചെയ്തു എന്ന പേരിലാണ് യുഎസ് പ്രതിനിധി സഭ ഇംപീച്ച്മെന്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കോടതിയിൽ ക്രിമിനൽ കേസുകളുടെ വിചാരണ കാരണം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശരിയായ രീതിയിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അണികൾ പറയുന്നത്. ഇതിനു പുറമെ ഇടവേളയില്ലാതെ വരുന്ന വിവാദങ്ങളും. എന്നിട്ടും ജനപ്രീതിയിൽ എതിരാളികളെക്കാൾ ഏറെ മുന്നിലാണ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ കഴിഞ്ഞയാഴ്ച കൊളറാഡോ കോടതി ഉത്തരവ് അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ട്രംപ് പക്ഷ ക്യാമ്പുകളിൽ. 2024 യുഎസ് പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ കൊളറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിന് ഡൊണാൾഡ് ട്രംപിന് വിലക്കേർപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. കൊളറാഡോ സുപ്രീം കോടതിയുടേതാണ് വിധി. 2021 ജനുവരിയിലെ യുഎസ് ക്യാപിറ്റോൾ കലാപത്തിൽ പങ്കുള്ളതിനാലാണ് വിലക്ക്. യുഎസ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഇതോടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ട്രംപിന് കൊളറാഡോയിൽ മാർച്ച് 5 നടക്കുന്ന പാർട്ടി പ്രൈമറി മത്സരത്തിൽ പങ്കെടുക്കാനാവില്ല. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനായി അമേരിക്കയിലെ രാഷ്ട്രീയ പാർട്ടികൾ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഉൾപാർട്ടി തെരഞ്ഞെടുപ്പാണ് പ്രൈമറി. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ജനുവരി 4 വരെ ട്രംപിന് സമയമുണ്ട്. അതുവരെ കൊളറാഡോയിൽ ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വം തുടരും. പ്രതിപക്ഷ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരിക്കുന്ന ട്രംപ് നേരിടുന്ന അടുത്ത വെല്ലുവിളിയാണ് കൊളറാഡോയിലെ വിധി. വിധി കൊളറാഡോയിൽ മാത്രമാണ് ബാധകം. മറ്റ് സംസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക്കൻ പ്രൈമറികളിൽ ട്രംപിന് മത്സരിക്കാം. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥികളേക്കാൾ മുന്നിലെത്തിയാൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാം. കൊളറാഡോ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായ സംസ്ഥാനമാണ്. 2020 പ്രസിഡന്റ് സ്ഥാനത്തിനായി ഡൊണാൾഡ് ട്രംപും ജോ ബൈഡനും ഏറ്റുമുട്ടിയപ്പോൾ കൊളറാഡോയിൽ വിജയം ബൈഡനായിരുന്നു. അതേസമയം കൊളറാഡോയുടെ പാത മറ്റ് സംസ്ഥാനങ്ങളും പിന്തുടർന്നാൽ ട്രംപ് പ്രതിസന്ധിയിലാകും.
മിനസോട്ട, അരിസോണ, വാഷിംഗ്ടൺ, ഫ്ലോറിഡ, ന്യൂ ഹാംഷെയർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും 14-ാം ഭരണഘടനാ ഭേദഗതി ഉയർത്തിക്കാട്ടി ട്രംപിന്റെ പേരിൽ കേസുണ്ട്. 3 വർഷം മുൻപത്തെ ക്യാപിറ്റോൾ കലാപത്തിൽ ട്രംപിന് പങ്കുണ്ടെന്ന് വിലയിരുത്തിയാണ് കൊളറാഡോ സുപ്രീം കോടതിയുടെ ഉത്തരവ്. കലാപകാരികളും വിഘടനവാദികളും ആക്രമണത്തിൽ ഉൾപ്പെട്ടവരും അധികാരത്തിൽ മടങ്ങിയെത്തുന്നത് തടയുന്ന ഭരണഘടനയുടെ 14-ാം ഭേദഗതിയുടെ 3-ാം വകുപ്പ് പ്രയോഗിച്ചാണ് വിധി. ഭരണഘടന അനുസരിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് കലാപവും വിഘടനവാദവും നടത്തുന്നവരെ പിന്നീട് അധികാരസ്ഥാനങ്ങളിൽ നിന്ന് വിലക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന വകുപ്പാണിത്. 2020 തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ജോ ബൈഡന്റെ വിജയത്തെ അംഗീകരിക്കാതിരുന്ന ട്രംപ് അനുയായികൾ 2021 ജനുവരി 6-ന് US പാർലമെന്റ് മന്ദിരമായ ക്യാപിറ്റോളിൽ ഇരച്ചുകയറി അക്രമം നടത്തി. കലാപത്തിന് ആഹ്വാനം ചെയ്തുള്ള ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു അക്രമം. കൊളറാഡോയിലെ വോട്ടർമാരും സംഘടനകളും ചേർന്നാണ് ട്രംപിനെതിരെ ഹർജി സമർപ്പിച്ചത്. അതേസമയം ഫെഡറൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നാണ് ട്രംപിന്റെ അഭിഭാഷകർ അറിയിച്ചത്. സുപ്രീം കോടതിയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഭരണകാലത്ത് നിയമിച്ച ജഡ്ജിമാർ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അനുകൂല വിധി നേടിയെടുക്കാം എന്ന പ്രതീക്ഷയിലാണ് ട്രംപ് പക്ഷം. അതേസമയം കൊളറാഡോ കോടതി വിധി ജനാധിപത്യ വിരുദ്ധമാണെന്നും US സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും ട്രംപ് അറിയിച്ചു. വിധി തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ജോ ബൈഡന്റെ വക്രബുദ്ധിയുടെ ബാക്കിയാണെന്ന് അദ്ദേഹം പരിഹസിച്ചു. ബൈഡൻ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണെന്നും ട്രംപ് വിമർശിച്ചു. എന്നാൽ വിധിയോട് പ്രതികരിക്കാൻ ജോ ബൈഡൻ തയ്യാറായില്ല. റിപ്പബ്ലിക്കൻ പാർട്ടി നേതൃത്വവും ഒറ്റക്കെട്ടായി ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വത്തിനായി മത്സരിക്കുന്ന ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമി കൊളറാഡോ പ്രൈമറിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ചു. സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്ന ഫ്ലോറിഡ മേയർ റോൺ ഡി സാന്റിസ്, ക്രിസ് ക്രിസ്റ്റി, നിക്കി ഹേലി എന്നിവരും പിന്മാറണമെന്ന് റിപ്പബ്ലിക്കൻ അണികളും ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി 2ാം വട്ടവും മത്സരിക്കുന്ന ജോ ബൈഡനും പ്രതിസന്ധിയിലാണ്. ബൈഡനെതിരെ ഇംപീച്ച്മെന്റ് അന്വേഷണം നടത്താൻ ജനപ്രതിനിധി സഭയുടെ ഔദ്യോഗിക അംഗീകാരം നേടിയതാണ് അദ്ദേഹത്തിന് തിരിച്ചടിയായത്. സെപ്റ്റംബറിൽ തന്നെ അന്വേഷണം ആരംഭിച്ചെങ്കിലും ബൈഡന്റെ വീഴ്ചകൾക്ക് തെളിവൊന്നും റിപ്പബ്ലിക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയ്ക്ക് കണ്ടെത്താനായില്ല. ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡന്റെ അന്താരാഷ്ട്ര ബിസിനസ് ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 2009 മുതൽ 2017 വരെ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ വൈസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചപ്പോൾ ബൈഡനും കുടുംബവും തന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭം നേടിയെന്നും ആ കാലയളവിൽ യുക്രൈനിലും ചൈനയിലും മകന്റെ ബിസിനസ് സംരംഭങ്ങളിൽ അവർ ലാഭം നേടിയെന്നും ഹൌസ് റിപ്പബ്ലിക്കന്മാർ ആരോപിക്കുന്നു. എന്നാൽ മകന്റെ ബിസിനസ്സുകളെ സഹായിക്കാൻ ബൈഡൻ ഔദ്യോഗിക നടപടികൾ സ്വീകരിച്ചതായോ അവയിൽ നിന്ന് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയതായോ തെളിവുകൾ റിപ്പബ്ലിക്കന്മാർ നൽകിയിട്ടില്ല. അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് പറഞ്ഞ് വൈറ്റ് ഹൌസ് അന്വേഷണത്തെ തള്ളിക്കളഞ്ഞു. അതേസമയം അന്വേഷണം ഇംപീച്ച്മെന്റ് വിചാരണയിലെത്തിയാലും ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിന് ബൈഡനെ കുറ്റവിമുക്തനാക്കാൻ കഴിയും. ബൈഡനെ റിപ്പബ്ലിക്കന്മാർക്ക് പുറത്താക്കാനാകില്ലെന്നത് തീർച്ചയാണ്. ഇംപീച്ച്മെന്റ് അന്വേഷണം നേരിടുന്ന 8ാമത്തെ US പ്രസിഡന്റാണ് ബൈഡൻ. 3 പ്രസിഡന്റുമാരാണ് ഇതുവരെ US ജനപ്രതിനിധി സഭയിൽ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടത്. ഇവരെ 3 പേരെയും സെനറ്റ് കുറ്റവിമുക്തരാക്കിയിരുന്നു. 1974-ൽ അമേരിക്കയുടെ 37ാമത്തെ പ്രസിഡന്റായ റിച്ചാർഡ് നിക്സണെതിരെ ഇംപീച്ച്മെന്റ് നടപടി നടന്നിരുന്നു. എന്നാൽ ഇംപീച്ച്മെന്റ് പ്രമേയം സഭയിലെത്തുന്നതിന് മുൻപ് റിച്ചാർഡ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ രാജിവെക്കുന്ന ആദ്യ പ്രസിഡന്റായിരുന്നു നിക്സൺ. US ചരിത്രത്തിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുന്നതിനിടെ അയൽരാജ്യമായ ഈജിപ്ത് തിരഞ്ഞെടുപ്പ് തിരക്കിലായിരുന്നു. ഡിസംബർ 10 മുതൽ 13 വരെ നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ 3ാം തവണയും ഭരണ തുടർച്ച നേടി പ്രസിഡന്റ് അബ്ദേൽ ഫത്താഹ് അൽ സിസി.
താരതമ്യേന പ്രശസ്തരല്ലാത്ത 3 സ്ഥാനാർത്ഥികളാണ് 69കാരനായ സീസിക്കെതിരെ ഇത്തവണ മത്സരിച്ചത്. 1952 ശേഷം ഈജിപ്തിൽ രാഷ്ട്രതലവനാകുന്ന 5ാമത്തെ സൈനിക മേധാവിയാണ് അബ്ദേൽ ഫത്താഹ് അൽ സീസി. ഈജിപ്തിൽ അടിച്ചമർത്തലുകളുടെ നാളുകൾ അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് സീസിയുടെ 3ാം വിജയമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഏകാധിപതികളുടെ തമാശയാണ് തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ടാണ് 90-98% വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ അവർ അധികാര തുടർച്ചയിലെത്തുന്നത്. ജനാധിപത്യത്തെ പ്രഹസനമാക്കുന്ന ഇതേ വഴിയിലൂടെയാണ് ഈജിപ്തിൽ മുൻ സൈനിക മേധാവിയായ അബ്ദേൽ ഫത്താഹ് അൽ സീസി 3ാം തവണയും പ്രസിഡന്റായത്. 2014-ലും 2017-ലും 97% വോട്ട് നേടിയ അൽ സീസി ഇത്തവണ ജയിച്ചത് 90% വോട്ടുകൾക്കാണ്. എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാളായ ഹാസിം ഉമറിന് 4.5% വോട്ടുകൾ ലഭിച്ചു. അൽ സീസിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഹാസിം ഉമർ എന്ന് ആദ്യമേ ആക്ഷേപമുയർന്നിരുന്നു. 100% വോട്ടിൽ വിജയം വേണ്ടെന്ന് വെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഹാസിം ഉമർ തോൽക്കാനായി മത്സരിച്ചത്. ഈജിപ്തിന്റെ ജനാധിപത്യ വാഴ്ചയിലെ നാഴികക്കല്ലാണ് അൽ സീസിയുടെ വിജയമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണകൂടത്തെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും വിശേഷിപ്പിച്ചത്. ഈജിപ്തിൽ ആദ്യമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത പ്രസിഡന്റ് മുഹമ്മദ് മുർസിയെ 2013-ൽ അട്ടിമറിച്ചാണ് സൈനിക മേധാവിയായ അബ്ദേൽ അൽ സീസി അധികാരത്തിലെത്തുന്നത്. ഏകാധിപതി ഹുസ്നി മുബാറക്കിന് കീഴിൽ സൈനിക ജനറലായിരുന്നു അൽ സീസി. ആ പദവിയിൽ നിന്നും സീസിയെ പ്രതിരോധ മന്ത്രിയാക്കിയത് മുഹമ്മദ് മുർസിയായിരുന്നു. 2014-ൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അൽ സീസിയെ എതിരിടാൻ ഹംദീൻ സബാഹി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 6 കോടി വോട്ടർമാരിൽ ഭൂരിപക്ഷവും വോട്ട് ചെയ്യാതിരുന്നിട്ടും 2018-ൽ സീസി 98% വോട്ട് നേടി. 100% വോട്ട് നേടി ജയിച്ചു എന്ന നേട്ടം വേണ്ടെന്ന് വെച്ച് അന്നും സ്വന്തം അനുയായി മൂസ മുസ്തഫ മൂസയെ പേരിനൊരു എതിർ സ്ഥാനാർത്ഥിയായി നിർത്തിയിരുന്നു. ഇത്തവണ സീസിയെ നേരിട്ടത് 3 പേരാണ്. അതിൽ അല്പമെങ്കിലും മത്സര പ്രതീതി ഉണ്ടാക്കിയത് വഫ്ദ് പാർട്ടി അധ്യക്ഷനായ അബ്ദുൽ സലാം യമാമ ആയിരുന്നു. രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന പാർട്ടിയായ വഫ്ദ് 12 വർഷത്തിനു ശേഷമാണ് മത്സരിച്ചത്. റിപ്പബ്ലിക്കൻ പീപ്പിൾസ് പാർട്ടി നേതാവും കോടീശ്വരനുമായ ഹാസിം ഉമർ, ഈജിപ്ഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഫരീദ് സഹ്റാൻ എന്നിവർ അൽ സീസിയോട് ഒളിഞ്ഞും തെളിഞ്ഞും കൂറു പുലർത്തുന്നവരാണ്. അതേസമയം ഇടതുപക്ഷ ആശയക്കാരനായ അഹമ്മദ് തൻതാവി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു പിന്നാലെ സൈന്യത്തിന്റെ ഭീഷണിയെ തുടർന്ന് പത്രിക പിൻവലിച്ചു. തൻവി വിജയിക്കില്ലെങ്കിലും പ്രസിഡന്റ് അൽ സീസി വിരുദ്ധമായ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഏകീകരിക്കപ്പെടുമെന്നറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മത്സരത്തിൽ നിന്നും അയോഗ്യനാക്കിയത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് മുർസി രൂപീകരിച്ച ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയെ നേരത്തെ നിരോധിച്ചിരുന്നു. അൽ സീസിയെ അവരോധിക്കാൻ സൈന്യവും ജുഡീഷ്യറിയും ഇലക്ഷൻ കമ്മീഷനും ആഭ്യന്തര മന്ത്രാലയവും ഉൾപ്പെടെ എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതാണ് ഈജിപ്തിൽ നടക്കുന്നത്. മതിയായ കാരണങ്ങളില്ലാതെ വോട്ട് ചെയ്യാത്തവർക്ക് ഓരോ തവണ വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ നിന്നും അകലുകയാണെന്ന വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള തഹ്രീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മിഡിൽ ഈസ്റ്റ് പോളിസിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ തിമോത്തി ഇ കൽ പറഞ്ഞു. അൽ സീസിയുടെ അടിച്ചമർത്തലുകൾക്ക് US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികളാണെന്നാണ് ആക്ഷേപം. 3ാമതും തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും അൽ സീസിയെ കാത്തിരിക്കുന്നത് അനവധി പ്രതിസന്ധികളാണ്. അതിൽ ഏറ്റവും പ്രധാനം സാമ്പത്തിക അസ്ഥിരതയാണ്. പണപ്പെരുപ്പം 36.4%. അടുത്ത സാമ്പത്തിക വർഷം $4150 കോടി വിദേശ വായ്പ കണ്ടെത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. ലോകബാങ്കിന്റെയും IMFന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഭക്ഷണ സാധനങ്ങൾക്കും ഇന്ധനത്തിനുമുള്ള സബ്സിഡികൾ എടുത്തുകളഞ്ഞ സീസി ഭരണകൂടത്തോട് ജനങ്ങൾക്ക് എതിർപ്പാണ്. ജനങ്ങളിൽ 2/3 ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന രാജ്യത്ത് പുതിയ ഭരണതലസ്ഥാന നഗരത്തിനായി $5800 കോടി ചെലവിടുന്നതിനെതിരെ വ്യാപക എതിർപ്പാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അൽ സീസിയെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. റഫ അതിർത്തി തുറന്നുകൊടുത്ത് ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികളെ കടത്തിവിടാത്തതിൽ അറബ് ലോകത്ത് സീസിക്കെതിരെ പ്രതിഷേധമുണ്ട്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ലോകശ്രദ്ധാ കേന്ദ്രമായിരുന്ന ഈജിപ്തിന് തുടർന്ന് അത് നിലനിർത്താനായില്ല. ചെങ്കടലിലെ ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ US-ന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സഖ്യത്തിൽ അംഗങ്ങളായ 20 രാജ്യങ്ങളിൽ നിന്നും ഈജിപ്തിനെ മാറ്റി നിർത്തിയത് തിരിച്ചടിയാണ്. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 12% നടക്കുന്നത് ചെങ്കടൽ മേഖലയിലെ സൂയസ് കനാൽ വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല നേരിടുന്ന ഏതൊരു ഭീഷണിയും ഈജിപ്തിന് തിരിച്ചടിയാകും. മഞ്ഞു പെയ്യുന്ന ശൈത്യകാലത്തെ വരവേറ്റ് ചൈനയിലെ ഐസ് കൊട്ടാരങ്ങൾ.
ലോകത്തെ ഏറ്റവും വലിയ മഞ്ഞുകാല ആഘോഷത്തിന് ചൈനയിൽ തുടക്കം കുറിച്ചു. ഒരു നഗരം തന്നെ മഞ്ഞിൽ ഒരുക്കിയെടുത്ത് ആഘോഷിക്കുന്ന കാഴ്ച ലോകത്ത് ചൈനയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. രാത്രിയുടെ പശ്ചാത്തലത്തിൽ നാനാവർണ്ണങ്ങളിൽ തിളങ്ങുന്ന മഞ്ഞിൽ പണിതുയർത്തിയ കൊട്ടാരങ്ങൾ, മഞ്ഞിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ, മഞ്ഞിൽ തെന്നിയൊഴുകുന്ന മനുഷ്യർ. മഞ്ഞിന്റെ മായാകാഴ്ചയിൽ ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ് ചൈനയിലെ ഐസ് ഫെസ്റ്റിവൽ. ലോകപ്രശസ്തമായ ഹാർബിൻ ഇന്റർനാഷണൽ ഐസ് ആൻഡ് സ്നോ ഫെസ്റ്റിവലിന് ചൈനയിൽ തുടക്കമായി. ഔദ്യോഗിക ഉദ്ഘാടനം ജനുവരി 5-നാണെങ്കിലും അതിമനോഹരമായി പണിതുയർത്തിയ മഞ്ഞിന്റെ സ്വപ്ന ലോകത്തേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ളവരുടെ ഒഴുക്ക് ആരംഭിച്ചു. ശൈത്യകാല ആഘോഷം ഇത്തവണ മാർച്ച് ആദ്യ വാരം വരെ ഉണ്ടായിരിക്കും. മഞ്ഞുകാല ഉത്സവത്തിൽ പങ്കെടുക്കാൻ വിദേശത്തു നിന്ന് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് സാധാരണ എത്താറുള്ളത്. വർഷം തോറും നടക്കുന്ന ആഘോഷത്തിൽ 20 മില്യണിലധികം സന്ദർശകർ എത്താറുണ്ടെന്നാണ് സംഘാടകർ പറയുന്നത്. 1963-ലാണ് ഹാർബിൻ ഐസ് ഫെസ്റ്റിവൽ തുടങ്ങിയത്. എന്നാൽ സാംസ്കാരിക വിപ്ലവ നാളുകളിൽ ഫെസ്റ്റിവൽ നിർത്തലാക്കി. പിന്നീട് 1985-ലാണ് മഞ്ഞിന്റെ ആഘോഷം പുനരാരംഭിച്ചത്. ചൈനയുടെ വടക്ക് കിഴക്കൻ പ്രവിശ്യയായ ഹെയ്ലോങ് ജിയാങ്ങിലാണ് ഹാർബിൻ നഗരം സ്ഥിതി ചെയ്യുന്നത്. സിറ്റി ഓഫ് ഐസ് എന്നാണ് ഹാർബിൻ നഗരം അറിയപ്പെടുന്നത്. ശൈത്യകാലത്ത് ഹാർബിനിലെ താപനില -12 മുതൽ -23 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. മഞ്ഞുകൊണ്ട് നിർമ്മിച്ച വിവിധ തരത്തിലുള്ള ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. പകൽ സമയങ്ങളെ അപേക്ഷിച്ച് ഫെസ്റ്റിവലിലെ രാത്രി കാഴ്ചയ്ക്കാണ് ചാരുത. രാത്രിയിൽ വിവിധ വർണ്ണങ്ങളിലെ LED ലൈറ്റുകൾ രൂപങ്ങളെ അതിമനോഹരമാക്കും. ഐസ് കൊണ്ടുള്ള ശില്പങ്ങൾക്കും കെട്ടിടങ്ങൾക്കും ഒപ്പം കൂറ്റൻ ടവറുകളും ആഘോഷത്തിനൊപ്പം മഞ്ഞിൽ പണിതുയർത്തും. വിവിധ കലാപരിപാടികളും ഫെസ്റ്റിവലിനോടൊപ്പം ഇവിടെ നടക്കാറുണ്ട്. പ്രണയിക്കുന്നവരുടെ സമൂഹ വിവാഹവും ദമ്പതിമാരുടെ വിവാഹ വാർഷികാഘോഷവും ഹാർബിൻ ശൈത്യകാല ഉത്സവത്തിന്റെ പ്രത്യേകതയാണ്. നീന്തൽ മത്സരം, ഐസ് ഹോക്കി, ഐസ് ഫുട്ബോൾ, സ്പീഡ് സ്കേറ്റിംഗ് തുടങ്ങിയ മത്സരങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. ഹാർബിനിലൂടെ ഒഴുകുന്ന സോൻഖുവ നദി കിലോമീറ്ററോളം തണുത്തുറയും. നദിയിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മഞ്ഞുകട്ടകൾ കൊണ്ടാണ് രൂപങ്ങൾ നിർമ്മിക്കുന്നത്. 7.5 ലക്ഷം സ്ക്വയർ മീറ്റർ പരന്നു കിടക്കുന്ന മഞ്ഞിന്റെ ലോകമൊരുക്കാൻ 3.3 ലക്ഷം ക്യൂബിക് ടൺ ഐസ് വേണ്ടിവരും. വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഇവിടുത്തെ നിർമ്മിതികൾക്ക് പിന്നിൽ. സൺ ഐലൻഡ് ഇന്റർനാഷണൽ സ്നോ സ്കൾപ്ചർ ആൻഡ് എക്സ്പോ, ഹാർബിൻ ഐസ് ആൻഡ് സ്നോ വേൾഡ്, ഷാവലിൻ പാർക്ക് ലാന്റേൺ ഫെയർ തുടങ്ങിയ തീം പാർക്കുകൾ ഫെസ്റ്റിവലിന്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. മഞ്ഞു കൊട്ടാരങ്ങൾ, ലോകപ്രശസ്തമായ നിർമ്മിതികളുടെ അനുകരണങ്ങൾ, കുട്ടികളെ ആകർഷിക്കുന്ന രൂപങ്ങൾ എന്നിവയെല്ലാമുണ്ട്. ഡിസ്നി വേൾഡിന്റെ മഞ്ഞിൽ നിർമ്മിക്കുന്ന മാതൃക കാണാൻ വൻ തിരക്കാണ്. ഇനി 2 മാസത്തോളം ഹാർബിൻ മഞ്ഞിൽ വിരിയുന്ന വിസ്മയ ലോകമായിരിക്കും. ലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.